പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ 4th സെമസ്റ്ററിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ 4ാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ 6th സെമസ്റ്ററിൽ പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള 6ാമത്തെ സെമസ്റ്ററിലെ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസിലെ 3ാമത്തെ മൊഡ്യൂളിൻ്റെയും ഒരു ഹൈബ്രിഡ് ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ കണ്ടു വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക്സ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ബാറ്ററി പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ അൾട്രാ കപ്പാസിറ്റർ പഠിച്ചു, അതുപോലെ തന്നെ ഡിസ്ചാർജിങ്ങും സ്റ്റോറിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന നമ്മുടെ ഫ്യൂവൽ സെൽസിനെ കുറിച്ചാണ്. നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിളിൽ നമുക്ക് യൂസ് ചെയ്യുന്ന, ഇനി ഭാവിയിൽ യൂസ് ചെയ്ത് തുടങ്ങുന്ന ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസാണ് ഫ്യൂവൽ സെൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഫ്യൂവൽ സെൽ. ഓക്കെ, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ഫിഗർ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മളൊരു ബാറ്ററി ഒക്കെ പോലെ തന്നെ ഇതിലും ഇതുണ്ടായിരിക്കും. ഫ്യൂവൽ സെല്ലും ആനോഡും കാഥോഡും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫ്യൂവൽ സെൽ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് സെൽ. അപ്പോൾ ഇലക്ട്രിക് സെല്ല് പോലെ തന്നെ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സെല്ലാണ് നമ്മുടെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ആൻ ആനോഡ് ആൻഡ് കാഥോഡ്. അതിലൊരു ആനോഡും കാഥോഡും ഉണ്ടായിരിക്കും. ഈച്ച് വൺ ഓഫ് ദം കൺസിസ്റ്റ്സ് ഓഫ് എ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ. ഓക്കെ, അപ്പോൾ ആ ഓരോ ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയ്ക്കായിട്ട് അവിടെ ഒരു ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ ഉണ്ടായിരിക്കും. വിച്ച് ഈസ് കോട്ടഡ് വിത്ത് ദ കാറ്റലിസ്റ്റ് മേഡപ്പ് ഓഫ് പ്ലാറ്റിനം കൊണ്ട് ഉണ്ടാക്കിയുള്ള അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിച്ചുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിരിക്കും അതിന് അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് ദ PEM ലെയർ അല്ലെങ്കിൽ പ്രോട്ടോൺ എക്സ്ചേഞ്ച് ലെയർ എന്നാണ് അതിൻ്റെ പേര്. PEM ലെയർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ എക്സ്ചേഞ്ച് ലെയറാണ്. ഹൈഡ്രജൻ എൻറ്റേഴ്സ് അറ്റ് ദ ആനോഡ് ഫ്രം ദ ഹൈഡ്രജൻ സ്റ്റോറേജ് ടാങ്ക് ആൻഡ് ഓക്സിജൻ ഫ്രം ദ ആംബിയൻറ്റ് എയർ. ദ ബൈ പ്രൊഡക്റ്റ് ഈസ് വാട്ടർ ആൻഡ് ഹീറ്റ് ആൻഡ് ദ അൺയൂസ്ഡ് ഹൈഡ്രജൻ ഈസ് റീസൈക്കിൾഡ്. ഇത് ജസ്റ്റ് അതിൻ്റെ വർക്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. നമ്മുടെ അതിൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതിലൊരു ആനോഡും അതുപോലെ കാഥോഡും ഉണ്ട്. ഇതിനിടയ്ക്കുള്ള ഒരു റീജൻ ഉണ്ട്. അതിനെ നമ്മൾ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും കാണുന്നത് കാറ്റലിസ്റ്റാണ്. അത് പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അത് പ്ലാറ്റിനമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആനോഡും കാഥോഡിൻ്റെയും ഇടയ്ക്ക് വരുന്ന ആ ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലാറ്റിനമാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് നോക്കാം ഓരോ പോയിൻ്റായിട്ട്. നിങ്ങൾ ആദ്യം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫിഗറൊന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ബൾബ് വെച്ചിട്ട് ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനർജി കൺസ്യൂം ചെയ്യുന്നത് ആ ഒരു ബൾബായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളൊരു ഹൈഡ്രജൻ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈഡ്രജൻ സിലിണ്ടറിൽ ഹൈഡ്രജനാണ് നമ്മളിതിൻ്റെ ആനോഡിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിക്കുന്നുണ്ടായിരിക്കുക. ജസ്റ്റ് ഈ ഒരു ഫിഗറും അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന് മൈൻഡിലേക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് കൊണ്ടുപോവുക. ഇതിലൂടെ ഹൈഡ്രജൻ എൻ്റർ ചെയ്യുന്നു. പിന്നെ ഹൈഡ്രജൻ മോളിക്യൂൾസ് അതുപോലെ ഇലക്ട്രോൺസും ഇവിടെ വരുന്നു. അതുപോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ 2 ഇലക്ട്രോൺസ് നിൽക്കുന്നു. ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്കതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണിച്ച പോലെ ആസ് ദ ലോഡ് ഈസ് കണക്റ്റഡ്, നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫ്രം ദ ഹൈഡ്രജൻ ഇൻലെറ്റ് ഹൈഡ്രജൻ എൻറ്റേഴ്സ് ടു ദ ആനോഡ് ആൻഡ് ദെൻ ക്രോസസ് ദ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബൾബ് നമ്മളൊരു ലോഡായിട്ട് അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രം ദ ഹൈഡ്രജൻ ഇൻലെറ്റ് ഹൈഡ്രജൻ എൻറ്റേഴ്സ് ടു ദ ആനോഡ്. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ പോലെ ഹൈഡ്രജൻ സിലിണ്ടറിൽ നിന്ന് എന്ത് ചെയ്യും? ഇതുവഴി ഹൈഡ്രജൻ ആനോഡിലേക്ക് ഇതുവഴി എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഹൈഡ്രജൻ ആനോഡിലേക്ക് ഇതുവഴി എൻ്റർ ചെയ്യും ടു ദ ആനോഡ് ആൻഡ് ദെൻ ക്രോസസ് ദ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ. ഇതെന്ത് ചെയ്യും? ആ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയറിനെ ക്രോസ് ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ സിലിണ്ടറിൽ നിന്നും ഇതിലൂടെ വന്ന് ഗ്യാസ് ഡിഫ്യൂഷൻ ലെയറിനെ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ്റലിസ്റ്റുകളുണ്ട്. അവിടെ പ്ലാറ്റിനമാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ മോളിക്യൂൾസ് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ആസ് ദ ലോഡ് ഈസ് കണക്റ്റഡ് ഫ്രം ദ ഹൈഡ്രജൻ ഇൻലെറ്റ് ഹൈഡ്രജൻ എൻറ്റേഴ്സ് ടു ദ ആനോഡ് ആൻഡ് ദെൻ ക്രോസസ് ദ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ. അടുത്ത പോയിന്റ് നോക്കാം. അറ്റ് ദ കാറ്റലിസ്റ്റ് the hydrogen splits into 2 protons and
2 ഇലക്ട്രോൺസ്. എന്ത് ചെയ്യും, ആ കാറ്റലിസ്റ്റിൻ്റെ അവിടെ വെച്ച് എന്ത് ചെയ്യും, ഹൈഡ്രജൻ സ്പ്ലിറ്റ് ആവും. 2 പ്രോട്ടോണായിട്ടും 2 ഇലക്ട്രോണായിട്ടും സ്പ്ലിറ്റ് ആവും. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന പോലെ 2 ഹൈഡ്രജൻ പ്രോട്ടോണായിട്ടും ഇലക്ട്രോണായിട്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. ഇവിടെ താഴെ കാണുന്ന പോലെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ പ്രോട്ടോണായിട്ടും ഇലക്ട്രോണായിട്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റപ്പ് ചെയ്യും. So all the hydrogen which enters is splitted at the catalyst into 2 protons and 2 electrons. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ ഹൈഡ്രജനും എന്ത് ചെയ്യും, ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഇതേപോലെ 2 ഹൈഡ്രജൻ പ്രോട്ടോണായിട്ടും 2 ഇലക്ട്രോണായിട്ടും സ്പ്ലിറ്റപ്പ് ചെയ്യും. അതുപോലെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, ആ കാറ്റലിസ്റ്റിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. തേർഡ് പോയിൻ്റ്, these electrons then flow through the external circuit and consumes by the load and then it is closed and towards the cathode. Okay, ഇനി എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഫ്ലോസ് ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. എന്ത് ചെയ്യും, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ബൾബ് വഴി എന്ത് ചെയ്യും, ആ ബൾബ് ആ ഒരു ഇലക്ട്രോൺസിനെ എടുക്കുകയും അല്ലെങ്കിൽ അവിടെ എനർജി കൺസ്യൂം ചെയ്യുകയും എന്ത് ചെയ്യും, അത് ആ ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ബൾബിനെ എന്ത് ചെയ്യും, ബൾബിലേക്ക് എനർജി കൊടുക്കുകയും ബൾബ് എന്ത് ചെയ്യും, അതുമൂലം പ്രവർത്തിക്കുകയും അതുപോലെ എന്ത് ചെയ്യും, അവിടെ എനർജി കൺസ്യൂം ചെയ്ത് എന്ത് ചെയ്യും, ബാക്കി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ കാഥോഡിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഹൈഡ്രജൻ സിലിണ്ടറിൽ ഹൈഡ്രജൻ ഇങ്ങനെ വന്ന് ഈ ഒരു കാറ്റലിസ്റ്റിന് മേലെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്ത് നിൽക്കും. അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, 2 ഹൈഡ്രജൻ ഇലക്ട്രോണും അതുപോലെ പ്രോട്ടോൺസായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന എല്ലാ ഹൈഡ്രജനും എന്ത് ചെയ്യും, ഇതേപോലെ ഇലക്ട്രോൺസും പ്രോട്ടോൺസായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യും. ശേഷം എന്ത് ചെയ്യും, നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ബൾബിലൂടെ പോകുമ്പോൾ ബൾബ് എനർജി കൺസ്യൂം ചെയ്യുകയും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നമ്മുടെ കാഥോഡിലേക്ക് ഇതുവഴി പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതിലേ എൻ്റർ ചെയ്ത് ഇവിടെ വന്ന് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോയി ഇതിലേക്ക് വരും. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലോ പാത്ത് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, ഓൾസോ for the last point, also at the cathode end the hydrogen protons move and crosses the നമ്മുടെ ഈ ലെയർ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ലെയർ എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. ഓൾസോ അറ്റ് ദ കാഥോഡ് എൻഡിൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ പ്രോട്ടോൺസ് മൂവ് ആൻഡ് ക്രോസസ് ദ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ ലെയർ. അപ്പോൾ നമ്മുടെ ഈ കാഥോഡ് എൻഡിൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ പ്രോട്ടോൺസ് വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞ പോലെ ഓൾസോ അറ്റ് ദ കാഥോഡ് എൻഡ് ദ ഹൈഡ്രജൻ പ്രോട്ടോൺസ് മൂവ് ആൻഡ് ക്രോസസ് ദ പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പറിൻ. എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആറ്റംസ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, അത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പർ പോലെ തന്നെ ഇവിടെയും പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പറുണ്ട്. അതിനെന്ത് ചെയ്യും, നമ്മുടെ ഹൈഡ്രജൻ ആറ്റംസ് അതിനെ അയോൺസ് എന്ത് ചെയ്യും, അതിന് ഇതുവഴി എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അതിനെ ക്രോസ് ചെയ്യും, PEM മെമ്പറിനെ ക്രോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലേ പോയി ഇതിലേ വന്ന് ഇങ്ങനെ വന്ന് ഇതിലേ ഒന്ന് ക്രോസ് ചെയ്യാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പോയിൻറ്റ്സ് പറഞ്ഞു. നോക്കാം. ഫ്രം ദ ഓക്സിജൻ ഇൻലെറ്റ് the oxygen enters the cathode and then that also crosses the gas diffusion layer. അപ്പോൾ ഇതുവഴി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുവഴിയാണ് ഹൈഡ്രജൻ ഇൻലെറ്റ്. അതേപോലെ എന്ത് ചെയ്യും, ഇവിടെ നിന്നാണ് ഓക്സിജൻ്റെ ഇൻലെറ്റ് ഉണ്ടാവുക. അപ്പോൾ ഓക്സിജൻ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ആയിരിക്കും എന്ത് ചെയ്യുക, അതിലൂടെ അബ്സോർബ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ കാഥോഡ് വഴി വരുന്നത് നമ്മുടെ ആംബിയൻറ്റ് എയറിലുള്ള ഓക്സിജൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഫ്രം ദ ഓക്സിജൻ ഇൻലെറ്റ് the oxygen enters the cathode and then that also crosses the gas diffusion layer. നമ്മൾ നേരത്തെ ഹൈഡ്രജൻ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ ക്രോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും, ഓക്സിജൻ എന്ത് ചെയ്യും, ഈ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ ഇങ്ങനെ ക്രോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എൻ്റർ എന്ത് ചെയ്യും, ഈ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ ക്രോസ് ചെയ്യും. then it combines with the hydrogen protons in the presence of electrons to form H2O. അങ്ങനെ എന്ത് ചെയ്യും, ഇവിടുന്ന് വന്ന ഹൈഡ്രജനും ഇവിടെ വന്ന് നിൽക്കുന്ന ഹൈഡ്രജനും എന്ത് ചെയ്യും, ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ടുള്ള ഈ ഗ്യാസ് ഡിഫ്യൂഷൻ ലെയർ വഴി എൻ്റർ ചെയ്തിട്ടുള്ള ഓക്സിജൻ നമ്മൾ കൂടിച്ചേർന്ന് എന്ത് ചെയ്യും, അവിടെ H2O അല്ലെങ്കിൽ വാട്ടർ ഫോം ചെയ്യും. ഓക്കെ, ദിസ് വാട്ടർ മൂവ്സ് ഔട്ട് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ വാട്ടർ എന്ത് ചെയ്യും, ഇവിടെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് ഇതുവഴിയായിരിക്കും എന്ത് ചെയ്യുക, പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വാട്ടർ വേപ്പറായിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് കാരണം അത് വാട്ടർ വേപ്പറായിട്ടാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് എക്സിറ്റ് അടിക്കുന്നുണ്ടായിരിക്കുക.
ദ അൺയൂസ്ഡ് ഓക്സിജൻ ഓൾസോ മൂവ്സ് ഔട്ട്. അപ്പോൾ ഈ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ എന്തായിരിക്കും അൺയൂസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദ അൺയൂസ്ഡ് ഓക്സിജൻ ഓൾസോ മൂവ്സ് ഔട്ട്. അതുപോലെ അൺയൂസ്ഡ് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും എന്തായിരിക്കും, അത് വഴി തന്നെ ആയിരിക്കും എന്താ ചെയ്യുക, പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ദ അൺയൂസ്ഡ് ഹൈഡ്രജൻ ഈസ് ഓൾസോ ടേക്കൺ ഔട്ട് ആൻഡ് റീസൈക്കിൾഡ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ വന്നു, PM ലെയർ ക്രോസ് ചെയ്തു, ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് H2O ഉണ്ടായി. H2O അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ വേപ്പറായിട്ട് പുറത്തേക്ക് ഒഴുകിപ്പോവും. അതിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യും, ഇതുവഴി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നതായിരിക്കുക. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഓക്സിജൻ്റെ ഇലക്ട്രോൺസ് എന്തായിരിക്കും, ഹൈഡ്രജൻ ഇലക്ട്രോൺസ് എന്തായിരിക്കും, ഇവിടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അത് ഇതുവഴിയായിരിക്കും പുറത്തേക്ക് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കുക. അതുവഴി പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും, അത് വീണ്ടും റീസൈക്കിൾ ചെയ്തതായിരിക്കും എന്ത് ചെയ്യും, നമ്മൾ ടാങ്കിലേക്ക് കൊടുക്കുകയും ആ ടാങ്കിൽ നിന്ന് വീണ്ടും ഇതുവഴി നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സൈക്ലിക് പ്രോസസ് നടക്കുകയും ചെയ്യും. അനദർ ബൈ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഹീറ്റ് എമിറ്റഡ് ഡ്യൂറിങ് റിയാക്ഷൻ. അപ്പോൾ എന്തായിരിക്കും, ആ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന മറ്റൊരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഹീറ്റാണ്. ഓക്കെ, അനദർ ബൈ പ്രൊഡക്റ്റ് വിച്ച് ഈസ് ഹീറ്റ് എമിറ്റഡ് ഡ്യൂറിങ് റിയാക്ഷൻ. റിയാക്ഷൻ എന്ത് ചെയ്യും, അത് ഹീറ്റ് അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഫ്യൂവൽ സെല്ലിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഈസിയായിട്ടുള്ളൊരു കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ മനസ്സിലാക്കി വെക്കുക, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മുടെ ഫ്ലൈ വീൽ എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, ഫ്ലൈ വീൽ എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, ശരിക്കും നമുക്ക് ആദ്യം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. അത് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫ്ലൈ വീൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ എൻജിൻ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ ഒരു ക്ലച്ച് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലച്ചിൻ്റെ ഒരു സിസ്റ്റം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ട്രാൻസ്മിഷൻ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ സിസ്റ്റത്തിൽ നമ്മൾ നേരെ വരുന്ന നമ്മുടെ പവർ സ്പ്ലിറ്റ് ഡിവൈസിൽ നിന്നും നമ്മുടെ വീലിലേക്ക് ഡ്രൈവ് കൊടുക്കുന്ന വീലിലേക്കാണ് ആ ഒരു കണക്ഷൻ വരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റ് ഭാഗങ്ങളാണ് ഇൻവെർട്ടറും അതുപോലെ നമ്മുടെ ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ എൻജിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാറ്ററിയും വരുന്നുണ്ട്. ശരിക്കും എന്താണ്, ഇതൊരു ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡയഗ്രാമാണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നതായിരിക്കാം. അല്ല, ഇവിടെ ഒരു IC എൻജിനും കാണിച്ചിട്ടുണ്ട്, അതുപോലെ ലിഥിയം അയോൺ ബാറ്ററിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഇവിടെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററി നമുക്കറിയാം, അതിൽ DC കറണ്ടായിരിക്കും. ഇവിടെ ഇൻവെർട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ആ DC കറണ്ടിനെ AC കറണ്ടാക്കി മാറ്റും. ആ AC കറണ്ട് എന്ത് ചെയ്യും, നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കും. എന്ത് ചെയ്യും, മോട്ടർ റൊട്ടേറ്റ് ചെയ്യും. എന്ത് ചെയ്യാം, മോട്ടറിൽ കിട്ടുന്ന റൊട്ടേഷൻ മോഷൻ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി നമ്മുടെ വീലിലേക്ക് നമുക്ക് ഡ്രൈവായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു ഫ്ലോ പാത്താണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, ഇനി എൻജിനും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് എൻജിനിൽ നിന്നുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് മോട്ടറിൽ കൊടുക്കുന്ന പോലെ തന്നെ എൻജിനിലെ എനർജി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻജിനിലെ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ മോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇൻവേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോട്ടറിൻ്റെ നേരെ ഇൻവേഴ്സായിട്ട് പറയുമ്പോൾ നമുക്കതിനെ ജനറേറ്ററായിട്ടും പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റം പറയാൻ ശരിക്കും നമുക്ക് വണ്ടിയെ നിർത്താനുള്ളൊരു സിസ്റ്റം അല്ല അല്ലേ. നമ്മൾ സാധാരണ ഒരു നോർമൽ ഹൈഡ്രോളിക് ബ്രേക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രേക്കോ ഉപയോഗിച്ച് നമ്മൾ സാധാരണ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ വണ്ടിയെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യിക്കാനുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം അല്ല റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മുടെ ആ ശരിക്കും സാധാരണ ഒരു നോർമൽ ഹൈഡ്രോളിക് ബ്രേക്കോ മെക്കാനിക്കൽ ബ്രേക്കോ നമുക്കറിയാം, അവിടെ നമ്മുടെ ആ ഒരു കൈനറ്റിക് എനർജിയെ പെട്ടെന്ന് നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വണ്ടിയെ അല്ലെങ്കിൽ നമ്മളൊരു വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആകുമ്പോൾ എന്തായിരിക്കും, ആ കൈനറ്റിക് എനർജിയെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും മറ്റൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഇലക്ട്രിക് മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തായിരിക്കും, അത് സാധാരണ ബാറ്ററിയിൽ നിന്നും എനർജി എടുത്ത് ഇൻവേർട്ടർ വഴി കൊടുക്കുമ്പോൾ അത് മോട്ടറായിട്ട് പ്രവർത്തിക്കും.
അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിലേക്ക് നമ്മൾ കറണ്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അത് മോട്ടറായിട്ട് പ്രവർത്തിപ്പിക്കും. ആ മോട്ടറിൽ കിട്ടുന്ന റൊട്ടേഷൻ മോഷൻ നമുക്ക് വീലിലേക്ക് കൊടുത്താൽ നമുക്ക് വണ്ടിയെ ഡ്രൈവ് ഫോഴ്സ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡ്രൈവ് കൊടുക്കാൻ പറ്റും. എന്നാൽ നേരെ തിരിച്ച് സംഭവിക്കാൻ വിചാരിക്കുക. ഇപ്പോൾ ഒരു വണ്ടി ഒരു ഇറക്കം ഇറങ്ങുകയാണ് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും വണ്ടി ഇറക്കം ഇറങ്ങുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ചിലപ്പോൾ പ്രത്യേകം എനർജി സോഴ്സ് കൊടുക്കേണ്ടി വരില്ല. എന്തായിരിക്കും നമ്മളിപ്പോൾ ആക്സിലേറ്റർ പെഡലിൽ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടിയുടെ ആക്സിലേറ്റർ പെഡൽ നമ്മൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്ത് വിചാരിക്കുക. അതായത് നമ്മൾ ഇൻപുട്ട് എനർജി കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു പ്രത്യേക പൊസിഷനിലെത്തി എന്തിനാണ് നമ്മുടെ ആക്സിലേറ്റർ പെഡൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേക പൊസിഷനിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന് ഡ്രൈവ് സംഭവിക്കുന്നത് എങ്ങനെയാണ്, വണ്ടി ആ ഒരു ഗ്രാവിറ്റേഷണൽ എന്താ പറയുക ഒരു എഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ എനർജി കൊണ്ടാണ് വണ്ടി പിന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് റോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബാറ്ററിയിലെ എനർജി എന്ത് ചെയ്യുന്നില്ല, മോട്ടറിലേക്ക് കൊടുക്കുന്നില്ല. സോ എന്തായിരിക്കും ഇവിടെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ വണ്ടി ഒരു ഇറക്കം ഇറങ്ങുന്നത് കാരണം എന്താണ്, വീല് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുന്ന് എനർജി ഇങ്ങോട്ട് പാസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. അതായത് ആക്സിലേറ്റർ പെഡൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് എനർജി പാസ് ചെയ്യുന്നില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീലിൻ്റെ ഡ്രൈവ് എന്ത് ചെയ്യണം, ഈ വീലിൻ്റെ ഡ്രൈവ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ വീൽ ഡ്രൈവ് തിരിയുമ്പോൾ എന്ത് ചെയ്യണം, ആ വീൽ ഡ്രൈവ് നേരെ നമ്മുടെ ഈ ഇലക്ട്രിക് മോട്ടർ എന്തായിട്ട് മാറും, അത് ജനറേറ്ററായിട്ട് മാറും. ഓക്കെ, ഇലക്ട്രിക് മോട്ടർ നേരെ ജനറേറ്ററായിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഒരു ജനറേറ്ററിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, നമുക്ക് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ശരിക്കും നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ഹൈബ്രിഡ് വെഹിക്കിളും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത് ചെയ്തില്ല, നമ്മൾ ആക്സിലേറ്റർ എന്ത് ചെയ്യുന്നില്ല, പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നേരെ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻ അല്ല നടക്കുന്നത്. പകരം എന്താണ് നമ്മുടെ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് അങ്ങോട്ടാണ്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. സോ എന്തായിരിക്കും ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു മോഷൻ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ജനറേറ്ററിനെയാണ് ആക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ജനറേറ്ററിൽ ലോഡ് വരുമ്പോൾ എന്തായിരിക്കും വണ്ടിയുടെ സ്പീഡ് കുറയുകയും ആ റൊട്ടേഷണൽ മോഷൻ ഉപയോഗിച്ച് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ ബാറ്ററിയിലേക്ക് എനർജി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫിഗർ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് അല്ലേ, ഇപ്പം ഇവിടെ ഡിസ്ചാർജ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ റീചാർജ്. അതായത് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അല്ല ഇവിടുന്ന് ബാറ്ററിയിൽ നിന്ന് ഡ്രൈവ് വീലിലേക്ക് കൊടുക്കുന്നു, ഇവിടുന്ന് വീലിലെ ഡ്രൈവ് എന്ത് ചെയ്യണം, ബാറ്ററിയിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ വീൽ ഡ്രൈവ് ഉപയോഗിച്ച് എന്താണ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻറ്റ്സ്. മേലെ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കാം. The idea of regenerative braking enables the vehicle to generate electric energy from kinetic energy. നമ്മൾ പറഞ്ഞ പോലെ എന്താണ് കൈനറ്റിക് എനർജി ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. വെൻ ദ വെഹിക്കിൾ ഡിസലറേറ്റ്സ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ എന്ത് ചെയ്യണം, ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് മോട്ടോർ ആക്ട് ആസ് എ ജനറേറ്റർ. എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് മോട്ടോർ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി. എന്ത് ചെയ്യുന്നു, ജനറേറ്റർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു ഫ്രം ദ കൈനറ്റിക് എനർജി ഓഫ് ദ വെഹിക്കിൾ. ആ വെഹിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ആ മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ജനറേറ്റർ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ എനർജി വിച്ച് ഈസ് നോർമലി ലോസ്റ്റ് ആസ് ഫ്രിക്ഷണൽ ഹീറ്റ് ഡ്യൂറിങ് ബ്രേക്കിംഗ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് ലോസായി പോകുന്ന ഫ്രിക്ഷണൽ എനർജി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഹീറ്റ് എന്ത് ചെയ്യുന്നു, അത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫോർ ദിസ് പർപ്പസ് ദ ഇലക്ട്രിക് മോട്ടോർ ഈസ് ഓപ്പറേറ്റഡ് ആസ് ജനറേറ്റർ. നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഈ പർപ്പസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നു ആ സമയത്ത് ഇലക്ട്രിക് മോട്ടോർ ഒരു ജനറേറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി പോയിൻറ്റ്സ് എല്ലാം നമ്മൾ നേരത്തെ ഫിഗർ വെച്ച് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ്. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബാക്കി പോയിൻറ്റ്സ് നോക്കാം. The regenerated energy can be used to recharge the batteries of an EV or HEV. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എനർജി ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ ടു ക്യാപ്ചർ ഓൾ ഓഫ് ദ എനർജി അവൈലബിൾ ഡ്യൂറിങ് വെഹിക്കിൾ ബ്രേക്ക്. അതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൈനറ്റിക് എനർജി മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ആ ഒരു ഇലക്ട്രിക് എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ കുറേ ലോസുകളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. At the same time, the generator operation of the electric motor brings about a vehicle braking effect. അതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ ജനറേറ്ററിൻ്റെ ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു ആ ഒരു ഇലക്ട്രിക്
ആ ഒരു വെഹിക്കിൾ എന്ത് ചെയ്യണം, ഒരു ബ്രേക്കിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് നമ്മുടെ ആ വീലിലെ ഡ്രൈവ് ജനറേറ്ററിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു ജനറേറ്ററിൽ ലോഡ് വരുമ്പോൾ എന്താണ്, ആ വീലിനെ ഒരു പിടിക്കുന്ന പോലെ വീലിലേക്ക് ഒരു ലോഡ് വരുമ്പോൾ എന്തായിരിക്കും, ഒരു ബ്രേക്കിംഗ് എഫക്റ്റാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. വൺസ് ദ ഡ്രൈവർ ടേക്സ് ഹിസ് ഫുട്ട് ഓഫ് ദ ആക്സിലറേറ്റർ പെഡൽ, റീജനറേറ്റീവ് റിക്കവറി ഓഫ് എനർജീസ് ആക്ടിവേറ്റഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആക്സിലേറ്റർ മുഴുവനായിട്ട് ഇത് റിലീസ് ചെയ്ത് എന്തായിരിക്കും, അവിടെ ഒരു റീജനറേഷൻ്റെ പ്രോസസ്സാണ് നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ ആ ഒരു കൈനറ്റിക് എനർജി അവിടെ ഇലക്ട്രിക് എനർജി ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് മേ yield 10-15% ഫ്യൂൽ സേവിങ്സ്. അതായത് നമുക്ക് ആ ഒരു വണ്ടിയുടെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10-15% നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഡയഗ്രാം പഠിച്ചു വെക്കുക. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതുപോലെ എന്ത് ചെയ്യുക, ഈ പോയിൻറ്റ്സ് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇനി ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഹൈബ്രിഡ് വെഹിക്കിളിനെ കുറിച്ചൊക്കെ പോയിൻറ്റ്സ് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡയഗ്രാം നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പോൾ അവിടെ നമ്മൾ എൻജിനും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബാറ്ററിയും അതുപോലെ മോട്ടറും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ഒരുമിച്ചുള്ള ഒരു എനർജി സോഴ്സാണ് നമ്മൾ ആ ഒരു വണ്ടിയെ ഡ്രൈവ് ചെയ്യിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതിൽ തന്നെ നമ്മൾ കൂടുതൽ എൻജിൻ്റെ എനർജിയും അതുപോലെ തന്നെ കുറച്ച് മോട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് വരുന്ന എനർജിയും അല്ലെങ്കിൽ പവർ സോഴ്സും അതുപോലെ രണ്ടും ഒരേ അളവിൽ ഉപയോഗിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ വണ്ടി റൺ ചെയ്യുന്ന ഓരോ സാഹചര്യം അനുസരിച്ച് അത് എൻജിനിൽ നിന്ന് ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ മോട്ടറിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഇതിലൊക്കെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. അതാണ് പറയുന്നത് സീരീസ് ഹൈബ്രിഡ്, അതുപോലെ തന്നെ പാരലൽ ഹൈബ്രിഡ്, അതുപോലെ സീരീസ് പാരലൽ ഹൈബ്രിഡ്, അങ്ങനെ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് തന്നെ വരുന്നുണ്ട്. ഇത് ഒരേ സമയം എൻജിനും ഒരേ സമയം ബാറ്ററി മോട്ടറും വർക്ക് ചെയ്യുന്ന പോലെയും, അല്ലെങ്കിൽ കൂടുതൽ സമയം എൻജിനും ചില സമയങ്ങളിൽ മാത്രം വണ്ടിയുടെ സ്പീഡ് ഒരുപാട് കുറയുമ്പോഴോ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തോ ആ സമയങ്ങളിൽ മാത്രം ഇലക്ട്രിക് മോട്ടറും ബാറ്ററിയൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്ററിയിലെ സോഴ്സ് ഓഫ് എനർജി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും വരുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ കോമൺ എന്ത് ചെയ്യാം, ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കുക. ഈസി ആയിട്ടുള്ള ഡയഗ്രാമാണ്. അവിടെ എൻജിനിലേക്ക് എന്ത് ചെയ്യാം, ഫ്യൂൽ വേണ്ടി വരും. പിന്നെ ഇവിടെ ജനറേറ്റർ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എൻജിനിലെ ഡ്രൈവ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കും. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ആ ജനറേറ്റർ എന്ത് ചെയ്യും, ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അത് ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്യും. ആ ചാർജ് ഉപയോഗിച്ച് നമ്മൾ മോട്ടറിനെ റൺ ചെയ്യിപ്പിക്കും. ആ മോട്ടറിൽ നിന്ന് റൺ ചെയ്യുന്ന പവർ എന്ത് ചെയ്യും, റൊട്ടേഷണൽ മോഷൻ നമുക്ക് വീലിലേക്ക് കൊടുക്കും. അതാണ് നമ്മുടെ ഈ ഒരു തരത്തിലുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് നോക്കാം. പെട്രോൾ എഞ്ചിൻ നമുക്കറിയാം, എഞ്ചിൻ സിമിലർ ടു ദോസ് ഫിറ്റഡ് ടു കൺവെൻഷണൽ വെഹിക്കിൾ. അപ്പോൾ സാധാരണ വെഹിക്കിൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ കോമൺ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സാധാരണ പോലെ നമ്മൾ ഇലക്ട്രിക് മോട്ടറെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സാധാരണ ഇലക്ട്രിക് മോട്ടോർ ഈസ് യൂസ്ഡ് ടു പ്രൊപ്പൽ ദ കാർ. ഹൗവർ വിത്ത് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ദ മോട്ടർ ക്യാൻ ഓൾസോ ഫങ്ഷൻ ആസ് എ ജനറേറ്റർ ടു റീചാർജ് ദ ബാറ്ററീസ്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് മോട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജനറേറ്ററായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നേരെ തിരിച്ച് അതിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്യുക. അതായത് ഇലക്ട്രിക് മോട്ടറിലേക്ക് എനർജി കൊടുക്കുമ്പം ഇലക്ട്രിക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നാൽ ഇലക്ട്രിക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് മോട്ടറിലേക്ക് ഒരു റൊട്ടേഷൻ മോഷൻ കൊടുക്കുമ്പോൾ അത് ജനറേറ്ററായിട്ട് പ്രവർത്തിക്കും. എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കിതൊക്കെ ഫോമായിട്ട് അറിയുന്ന പോയിൻറ്റ്സ് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന നമ്മൾ കൺട്രോളർ, ഇതൊക്കെ നേരത്തെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. കൺട്രോളർ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ആക്സിലേറ്റർ പെഡൽ. നമ്മുടെ ആക്സിലേറ്റർ പെഡലിൻ്റെ മേലെ ഈ കൺട്രോളർ ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യാം, ആ ഒരു ഇലക്ട്രിക്കൽ മോട്ടറിലേക്ക് കറണ്ട് ബാറ്ററിയിൽ നിന്നും പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ഡി സി കൺവേർട്ടർ നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു തന്നെയാണ്, വീണ്ടും പറയുന്നില്ല. ട്രാൻസ്മിഷനെ കുറിച്ച് നമ്മൾ പഠിച്ചാണ്, വീണ്ടും പറയുന്നില്ല. പിന്നെ ബാറ്ററീസ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ലിഥിയം അയോൺ ബാറ്ററിയും അതുപോലെ ഫ്യൂവൽ സെല്ലിനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലിഥിയം അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് എല്ലാം ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളതിൽ വരുന്ന നമ്മുടെ ആ ഒരു ഹൈബ്രിഡ് വെഹിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ വരുന്നതാണ് പാരലൽ ഹൈബ്രിഡ്, പിന്നെ വരുന്നതാണ് സീരീസ് ഹൈബ്രിഡ്, പിന്നെ വരുന്നതാണ് സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡ്. അപ്പോൾ നമുക്ക് ഈ 3 ടെക്നോളജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്കറിയാം ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് IC എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെയും IC എഞ്ചിൻ്റെയും കോമ്പിനേഷൻ നമ്മൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കാം, പാരലൽ ഹൈബ്രിഡ് ആണ്.
അവിടെ നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം. എൻജിൻ ആൻഡ് മോട്ടോർ പ്രൊപ്പൽസ് ദ വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, എൻജിനും മോട്ടറും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെഹിക്കിളിന് നമുക്ക് ആ ഒരു വീലിലേക്ക് ഡ്രൈവ് കൊടുക്കുന്നത് എൻജിനും മോട്ടറും കൂടിയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക, എൻജിൻ ഓൺലി ക്യാൻ ഓൾസോ പ്രൊപ്പൽ ദ വെഹിക്കിൾ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എൻജിനും മോട്ടോറും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, എൻജിൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടിയെ നമുക്ക് പ്രൊപ്പൽ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കുക, മൂന്നാമത്തെ പോയിന്റ് നോക്കുക, മോട്ടോർ ഓൺലി കനോട്ട് പ്രൊപ്പൽ ദ വെഹിക്കിൾ. എന്തില്ല, മോട്ടോർ ഒറ്റയ്ക്ക് എന്തില്ല, വണ്ടിയെ നമുക്ക് പ്രൊപ്പൽ ചെയ്യാൻ കഴിയില്ല. അതായത് ശരിക്കും എന്താണ്, മോട്ടോർ ശരിക്കും അതിനൊരു സപ്പോർട്ടീവ് ഒരു സപ്പോർട്ടിങ് പേഴ്സൺ ആയിട്ട്, അല്ലെങ്കിൽ സപ്പോർട്ടിങ് മെമ്പറിനായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെക്നോളജീൻ്റെ പേരാണ് ദിസ് ഈസ് ദ SHVS ടെക്നോളജി, അല്ലെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ സുസുക്കി. അപ്പോൾ ഈ ഒരു സുസുക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്നോളജിയാണ് ഈ ഒരു പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ SHVS എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ സുസുക്കി കൊണ്ടുവന്നുള്ള ഒരു ടെക്നോളജിയാണ് SHVS എന്ന് പറയുന്നത്. അതിൽ അവിടെ ശരിക്കും ഹൈബ്രിഡ് വെഹിക്കിൾ തന്നെയാണ്, പക്ഷേ എഞ്ചിനും ഉണ്ട് മോട്ടറും ഉണ്ട്. എഞ്ചിൻ ആൻഡ് മോട്ടർ പ്രൊപ്പൽ ദ വെഹിക്കിൾ. എഞ്ചിനും മോട്ടറും കൂടിയാണ് നമ്മുടെ വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, എഞ്ചിന് ഒറ്റയ്ക്ക് വെഹിക്കിളിനെ പ്രൊപ്പൽ ചെയ്യാൻ പറ്റും, പക്ഷേ എന്തായിരിക്കും, മോട്ടറിന് ഒറ്റയ്ക്ക് എന്താ കഴിയില്ല, എഞ്ചിനെ പ്രൊപ്പൽ ചെയ്യാൻ കഴിയില്ല. ഈ ടെക്നോളജിയാണ് SHVS ടെക്നോളജി. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് നമ്മൾ മാരുതി സുസുക്കിയുടെ എന്താണ് സിയാസ് എന്ന് പറയുന്ന ആ കാറിൽ സെഡാൻ ടൈപ്പ് കാറുണ്ട്, അതുപോലെ S-Cross എന്ന് പറയുന്ന കാറുണ്ട്. അങ്ങനെ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല കാറുകളുടെയും ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു ബാഡ്ജ് ഉണ്ടായിരിക്കും, സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടെക്നോളജി പറഞ്ഞാൽ ഈ ഒരു പാരലൽ ഹൈബ്രിഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓരോ പോയിൻറ്റ്സ്. ഇത് ബാക്കി നോക്കാം. ഇൻ ദിസ് ടെക്നോളജി യൂസസ് എ ജനറേറ്റർ, ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് മോട്ടർ. അപ്പോൾ അവിടെ നമ്മളൊരു ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ്, അതൊരു മോട്ടറാണ്. മോട്ടറായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, ജനറേറ്ററായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് നോൺ ആസ് ISG. അപ്പോൾ അതിൻ്റെ പേരാണ് ISG എന്നുള്ളത്. അതിൻ്റെ പേര് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററാണ്. ISG എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററാണ്. അതിന് മോട്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ജനറേറ്ററായിട്ടും ആക്ട് ചെയ്യണം. നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ. ISG ഈസ് ഓൾസോ യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ IC എഞ്ചിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ IC എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ നമ്മുടെ വണ്ടിയിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ISG ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ IC എഞ്ചിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ISG ഈസ് ഓൾസോ യൂസ്ഡ് ടു സ്റ്റാർട്ട് ദ IC എഞ്ചിൻ. നോർമൽ സ്റ്റാർട്ടർ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദിസ് ടൈപ്പ്. എന്തായിരിക്കും, അപ്പോൾ ഇങ്ങനത്തെ വെഹിക്കിൾ എന്തായിരിക്കും, നോർമൽ സ്റ്റാർട്ടർ ഉണ്ടായിരിക്കില്ല. ഈ ISG ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ഉണ്ടായിരിക്കും. The ISG is connected to the crankshaft of the engine by belt drive. അപ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിച്ചായിരിക്കുന്നതായിരിക്കുക ISG നമ്മുടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, പറയുന്ന സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, മനസ്സിലാക്കി വെക്കാം. ബാക്കി നോക്കാം. ഇൻ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഓൾസോ എ സ്മോൾ കപ്പാസിറ്റി ലിഥിയം അയോൺ ബാറ്ററി ഈസ് യൂസ്ഡ്, ബട്ട് ദ ബാറ്ററി കനോട്ട് ബി ഡ്രൈവ് ദ വെഹിക്കിൾ ഇൻഡിവിജ്വലി. നമ്മൾ പറഞ്ഞ പോലെ ചില അഡ്വാൻസ്ഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും, അവിടെ ലിഥിയം അയോൺ ബാറ്ററീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എന്തായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാറ്ററി അല്ലെങ്കിൽ മോട്ടർ എന്തായില്ല, മോട്ടറിന് ഒറ്റയ്ക്ക് വണ്ടിയെ പ്രൊപ്പൽ ചെയ്യാനുള്ള ആ ഒരു പവർ ഉണ്ടായിരിക്കില്ല. സോ ദ മേജർ പവർ സോഴ്സ് ഈസ് IC എഞ്ചിൻ. അതായത് ഈ ടെക്നോളജിയിൽ അല്ലെങ്കിൽ പാരലൽ ഹൈബ്രിഡിൽ എന്തായിരിക്കും, മോസ്റ്റ് ഓഫ് ദ പവർ സോഴ്സ് എന്ന് പറയുന്നതാണ്, മേജർ പവർ സോഴ്സ് IC എഞ്ചിനാണ്. ഓക്കെ, സോ ദ ISG ഈസ് യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് സപ്പോർട്ടിങ് ദ എഞ്ചിൻ ഓൺലി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് എഞ്ചിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ISG നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ സപ്പോർട്ടിങ് പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മെജോറിറ്റി ടൈം ഓൺലി ദ എഞ്ചിൻ ഈസ് ഡ്രൈവ് ദ വെഹിക്കിൾ. അപ്പോൾ കൂടുതൽ സമയം എന്തായിരിക്കും, എഞ്ചിനായിരിക്കും വെഹിക്കിളിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, മെജോറിറ്റി ടൈം ഓൺലി ദ എഞ്ചിൻ ഈസ് ഡ്രൈവ് ദ വെഹിക്കിൾ. അടുത്ത പോയിന്റ് നോക്കാം. ദിസ് ഹൈബ്രിഡ് ടെക്നോളജി ഈസ് ആക്ടിവേറ്റഡ് ഓൺലി ഫോർ സപ്പോർട്ടിംഗ് ഇൻ ദ കേസ് ഓഫ് ഹിൽ ക്ലൈംബിംഗ് ആൻഡ് മോർ ആക്സിലറേഷൻ വെൻ നീഡഡ്, ദാറ്റ് ഈസ് ടു അസിസ്റ്റ് ദ എഞ്ചിൻ. നമ്മൾ പറഞ്ഞ പോലെ എഞ്ചിനെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു കയറ്റം കയറുന്ന സമയത്ത്, ഒരു കാറ് വലിയ കയറ്റം കയറുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൂടുതൽ ആക്സിലറേഷൻ ആവശ്യമുള്ള സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ടെക്നോളജിയിലുള്ള ആ ഒരു മോട്ടോറിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി സിസ്റ്റം അവിടെ ആക്റ്റീവ് ആവുന്നുണ്ടായിരിക്കുക. അല്ലാത്ത സമയങ്ങളിൽ കൂടുതൽ എന്തായിരിക്കും, IC എഞ്ചിൻ തന്നെയായിരിക്കും മേജർ പവർ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. ഇൻ നോർമൽ റണ്ണിങ് ടൈം ദ മോട്ടോർ ഈസ് ആക്ട് ആസ് ജനറേറ്റർ ആൻഡ് യൂസ് ദ എനർജി ഫ്രം എഞ്ചിൻ ഡ്രൈവ് ആൻഡ് ചാർജ് ദ ബാറ്ററി.
ഓൾസോ വെൻ ബ്രേക്കിംഗ് ദ വെഹിക്കിൾ ദ സെയിം പ്രോസസ് ഈസ് ഹാപ്പൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്തായിരിക്കും നോർമൽ റണ്ണിങ് ടൈമിൽ മോട്ടർ എന്ത് ചെയ്യുന്നു, മോട്ടർ ജനറേറ്ററായിട്ടാണ് ആക്ട് ചെയ്യുക. സോ എന്തായിരിക്കും അവിടെ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻജിൻ ഡ്രൈവ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ജനറേറ്റർ എന്ത് ചെയ്യും, ആ ഒരു ബാറ്ററിയെ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ നോർമൽ IC എഞ്ചിൻ വെഹിക്കിൾസ് വെൻ ബ്രേക്കിംഗ് ദ വെഹിക്കിൾ കൈനറ്റിക് എനർജി ഓഫ് ദ വെഹിക്കിൾ ഈസ് ബേസ്ഡ് ആസ് ഹീറ്റ് എനർജി. നമുക്കറിയുന്ന പോലെ സാധാരണ IC എഞ്ചിൻ വെഹിക്കിൾ എന്തായിരിക്കും, വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറാണ്, ഹീറ്റ് എനർജി ആയിട്ട് വേസ്റ്റ് ആയി പോവാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾ, അപ്പോൾ നമ്മുടെ പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾ എന്താണ്, നമ്മളവിടെ ആ ഒരു എനർജി ലോസ് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ റീജനറേഷൻ പ്രോസസ് അല്ലെങ്കിൽ റീജനറേഷൻ ടെക്നോളജി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതായിരിക്കും. അത് വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, വണ്ടി ആ മോട്ടർ അല്ലെങ്കിൽ ജനറേറ്റർ എന്ത് ചെയ്യും, അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിയെ ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി പഠിച്ചു തന്നെയാണ് റീജനറേഷൻ. ഒക്കെ അതുപോലെ വെൻ ദ വെഹിക്കിൾ ഈസ് ഐഡിൽ ഇൻ റോഡ് ട്രാഫിക്, നമ്മൾ ഒരു ട്രാഫിക്കിൽ എന്താണ് വണ്ടി നിർത്തിയിരിക്കുന്ന സമയം എന്തായിരിക്കും, ഫോർ സേവിങ് ദ ഫ്യൂവൽ ദ ഹൈബ്രിഡ് സിസ്റ്റം സ്വിച്ച് ഓഫ് ദ IC എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എന്തായിരിക്കും, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു കാറിൻ്റെ സിസ്റ്റം എന്ത് ചെയ്യും, നമ്മുടെ IC എഞ്ചിനെ ഓഫാക്കുകയും പിന്നെ നമ്മുടെ വണ്ടിക്കകത്തുള്ള AC ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തായിരിക്കും, നമ്മുടെ ആ ഒരു ബാറ്ററിയിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, വണ്ടി ആ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ വെൻ ദ വെഹിക്കിൾ സ്പീഡ് ഈസ് ലോവർ ദാൻ 15 km/h. അപ്പോൾ 15 km/h സ്പീഡ് കുറഞ്ഞ സ്പീഡിലാണ് വണ്ടി റൺ ചെയ്യാൻ വിചാരിക്കുക. ഓർ ദ വെഹിക്കിൾ ഈസ് ഇൻ ന്യൂട്രൽ പൊസിഷൻ ദി സിസ്റ്റം വർക്ക്. അപ്പോൾ എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് 15 km/h കുറഞ്ഞ സ്പീഡിലാണ് വണ്ടി റൺ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഇതേപോലെ തന്നെ നമ്മുടെ IC എഞ്ചിനെ വണ്ടി ആ ഒരു സിസ്റ്റം ഓഫ് ആക്കുകയും ആ സമയത്ത് നമ്മുടെ ഇലക്ട്രിക് മോട്ടറും ബാറ്ററിയും ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ വർക്ക് ആവുന്നുണ്ടായിരിക്കും. Okay, this time all the accessories AC also of the vehicle are consumed the energy from the battery only. അപ്പോൾ എന്തായിരിക്കും, ആ ലിഥിയം അയോൺ ബാറ്ററി ഉള്ള എനർജി ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ വണ്ടിക്കകത്തുള്ള എല്ലാ ആക്സസറീസും AC ഒക്കെ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഡ്രൈവർ ഈസ് പ്രസ്ഡ് ദ ക്ലച്ച് ഫോർ ഷിഫ്റ്റിംഗ് ദ ഗിയർ. എന്ത് ചെയ്യണം, ഡ്രൈവറിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്ന സമയം എന്തായിരിക്കും, ദ ESC ഈസ് ആക്ട് ആസ് മോട്ടോർ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റാർട്ട് ദ എഞ്ചിൻ. ആ സമയത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ISC എന്ത് ചെയ്യും, നമ്മുടെ മോട്ടറായിട്ട് ആക്ട് ചെയ്യുകയും വണ്ടിയുടെ IC എഞ്ചിൻ എന്ത് ചെയ്യും, സ്റ്റാർട്ടാക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പാരലൽ ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ISC ഈസ് ഹെൽപ്ഡ് ദ എഞ്ചിൻ ഇൻ വാരിയസ് സ്റ്റേജസ്. ദ ഫ്യൂൽ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോ സ്റ്റേജിലും നമ്മുടെ ISG നമ്മുടെ എഞ്ചിനെ സഹായിക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല, ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ദ മൈൽഡ് പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾ ഈസ് നോട്ട് മോർ എഫിഷ്യൻ്റ് ആസ് ദ റിയൽ ഹൈബ്രിഡ് വെഹിക്കിൾ, ഓൺലി എ ലിറ്റിൽ ഫ്യൂൽ സേവിങ് ഈസ് ഒബ്റ്റൈൻഡ്. നമ്മൾ എന്തായാലും ഈ ഒരു മൈൽഡ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഒരുപാട് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം അല്ല നമ്മുടെ റിയൽ ഹൈബ്രിഡിനെ അപേക്ഷിച്ച്. ഒരു ചെറിയൊരു ഫ്യൂൽ സപ്പോർട്ട്, ചെറിയൊരു എഫിഷ്യൻസി സപ്പോർട്ട് മാത്രം, അല്ലെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ സോ എന്തായിരിക്കും ഇവിടെ ലിറ്റിൽ ഫ്യൂൽ സേവിങ്സ് മാത്രമേ അവിടെ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ പാരലൽ ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് ഒക്കെ വായിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിലെ പാരലൽ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് സീരീസ് ഹൈബ്രിഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സീരീസ് ഹൈബ്രിഡ്. അപ്പോൾ നോക്കാം, ഇൻ ദിസ് ടെക്നോളജി ദ എൻജിന് മോട്ടോർ വീല് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാതെ ഇങ്ങനെ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതായത് എൻജിൻ ഓപ്പറേറ്റ്സ് ദ ജനറേറ്റർ ചാർജസ് ദ ബാറ്ററി ഡ്രൈവ്സ് ദ മോട്ടോർ, ദ എൻജിൻ ആൻഡ് മോട്ടോർ സൈമൾട്ടേനിയസ്ലി ഡ്രൈവ്സ് ദ വീൽസ്. അതായത് ഒരേ സമയം എൻജിനും ഒരേ സമയം മോട്ടോറും എന്ത് ചെയ്യുന്നുണ്ട്, വീലിനെ ഡ്രൈവ് ചെയ്യിക്കുന്നുണ്ട്. അതായത് എൻജിൻ എന്ത് ഇവിടെ പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കാം. എൻജിൻ ഓപ്പറേറ്റ്സ് ദ ജനറേറ്റർ. എന്ത് ചെയ്യുന്നു, എൻജിൻ നമ്മുടെ മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്ററിനെ റൺ ചെയ്യിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ജനറേറ്റർ എന്ത് ചെയ്യും, ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും. ആ ബാറ്ററി ചാർജ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ബാറ്ററി മോട്ടറിനെ പ്രവർത്തിപ്പിക്കും. ആ മോട്ടോർ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ വീലിന് ഡ്രൈവ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സീരീസ് ഹൈബ്രിഡുള്ള വ്യത്യാസം. എൻജിൻ ഓപ്പറേറ്റ്സ് ദ ജനറേറ്റർ ചാർജസ് ദ ബാറ്ററി ഡ്രൈവ്സ് ദ മോട്ടോർ, ദ എൻജിൻ ആൻഡ് മോട്ടോർ സൈമൾട്ടേനിയസ്ലി ഡ്രൈവ്സ് ദ വീൽ. എന്ത് ചെയ്യും, എൻജിനും മോട്ടറും കൂടി എന്ത് ചെയ്യും, സൈമൾട്ടേനിയസ്ലി ഒരേ സമയം എന്ത് ചെയ്യും, വണ്ടിയുടെ വീൽസിന് ഡ്രൈവ് കൊടുക്കും. ദ എൻജിൻ കുഡ് നോട്ട് ഹാവ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ വീൽസ്. അതുപോലെ എന്തായിരിക്കും, എൻജിന് വീലുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. ദ എൻജിൻ കുഡ് നോട്ട് ഹാവ് ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ദ വീൽസ്.
ദ മേജർ റോൾ ഓഫ് ദ എൻജിൻ ഈസ് ടു ചാർജ് ദ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻജിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ബാറ്ററിയെ ചാർജ് ചെയ്യിക്കുക എന്നുള്ളതാണ് എൻജിൻ്റെ പ്രധാനപ്പെട്ട റോൾ. അതായത് എൻജിൻ എന്ത് ചെയ്യുന്നു, എൻജിൻ ജനറേറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നു, ജനറേറ്റർ എന്ത് ചെയ്യും, ബാറ്ററിയെ ചാർജ് ചെയ്യിക്കുന്നു, ബാറ്ററിയിലെ ചാർജ് ഉപയോഗിച്ച് മോട്ടർ വർക്ക് ചെയ്യിക്കുന്നു, മോട്ടർ എന്ത് ചെയ്യുന്നു, വീലിലേക്ക് പവർ കൊടുക്കുന്നു. അതായത് എൻജിനും വീലും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ഇല്ല. എൻജിൻ്റെ പ്രധാന റോൾ എന്ന് പറയുന്നതാണ് എൻജിൻ എന്താണ് ബാറ്ററിയെ ചാർജ് ചെയ്യിക്കുക എന്നതാണ് എൻജിൻ്റെ പ്രധാനപ്പെട്ട റോള്. ദിസ് ടെക്നോളജി ഓൾസോ ഹാവ് പ്ലഗ് ഇൻ ചാർജിങ് സിസ്റ്റം ആൻഡ് ഓൾസോ നോൺ ആസ് പ്ലഗ് ഇൻ സീരീസ് ഹൈബ്രിഡ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെ, PHEV എന്ന് പറയുന്ന നമ്മുടെ എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, അതിന് ഫുൾ ഫോമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ ആണ്. അപ്പോൾ ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നവിടെയാണ് നമ്മൾ പ്ലഗ് ഇൻ ചാർജിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെക്നോളജി, ഈ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ പ്ലഗ് ഇൻ സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾസ് ദ എൻജിൻ ഈസ് ഓൾസോ കോൾഡ് ആസ് റേഞ്ച് എക്സ്റ്റെൻഡർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലഗ് ഇൻ സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നാണ് നമ്മളവിടെ എൻജിൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിയെ ചാർജ് ചെയ്യാണ്, ജനറേറ്ററായിട്ട് പ്രവർത്തിപ്പിച്ച് ബാറ്ററിയെ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് വിളിക്കാം, റേഞ്ച് എക്സ്റ്റെൻഡർ എന്ന് വിളിക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് വിളിക്കാം, നമ്മൾ റേഞ്ച് കൂട്ടുന്ന ആളാണ് അല്ലേ, വണ്ടിയുടെ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കൂട്ടുന്ന ആളാണ്. സോ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ റേഞ്ച് എക്സ്റ്റെൻഡർ എന്ന് വിളിക്കാൻ പറ്റും. പ്ലഗ് ഇൻ സീരീസ് ഹൈബ്രിഡ് വെഹിക്കിളിൽ എഞ്ചിന് നമുക്കെന്ത് വിളിക്കാം, അതിനെ റേഞ്ച് എക്സ്റ്റെൻഡർ എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ബാറ്ററി ഈസ് നോട്ട് മച്ച് ആസ് അവൈലബിൾ ടു ഡ്രൈവ് ദ വെഹിക്കിൾ. ഫോർ എക്സ്റ്റെൻഡിങ് ദ റേഞ്ച് ദ എഞ്ചിൻ ഈസ് ഓൺലി ഷട്ടർഡ്. അതർ ടൈംസ് ദ വെഹിക്കിൾ ഈസ് ആക്ട് ആസ് പ്യൂർ ഇലക്ട്രിക് വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, അല്ലാത്ത സമയത്ത് അത് പ്യൂർ ഇലക്ട്രിക് വെഹിക്കിളായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ലോക്കോ, നമ്മളിപ്പോൾ നാട്ടിലൊക്കെയുള്ള ട്രെയിൻ എന്താണ്, ഇലക്ട്രിക് ലോക്കോ ശരിക്കും ഒരു സീരീസ് ഹൈബ്രിഡിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അതുപോലെ ഷെവർലേൻ്റെ വോൾട്ടും BMW-ൻ്റെ i3 ഒക്കെ നമുക്ക് ഈ ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. പോയിൻറ്റ്സ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കാം, വീണ്ടും വായിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡ്. ഓക്കെ, സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡാണ് നോക്കാം. ദിസ് ഈസ് ദ റിയൽ ഹൈബ്രിഡ് ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ റിയൽ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സിസ്റ്റമാണ്. സീരീസും പാരലും കൂടി വരുന്ന സിസ്റ്റമാണ് ശരിക്കും റിയൽ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ടെക്നോളജി യൂസ് ഇൻ ടൊയോട്ട വെഹിക്കിൾസ്. അപ്പോൾ നമ്മൾ ടൊയോട്ട വെഹിക്കിളിലൊക്കെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡ് ടെക്നോളജിയാണ്. സുസുക്കി ആൻഡ് ടൊയോട്ട ഇൻട്രൊഡ്യൂസ്ഡ് ദ മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളായ സുസുക്കിയും ടൊയോട്ടയാണ് ഇന്ന് ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളത്. ഇതിന് എക്സാമ്പിൾസാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈ റൈഡർ, ഇന്നോവ ഹൈക്രോസ്, പിന്നെ പുതിയ സ്വിഫ്റ്റ്, ന്യൂ മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഒക്കെ എന്നാണ് നമുക്ക് ഈ ഒരു സീരീസ് ആൻഡ് പാരലൽ ഹൈബ്രിഡ് ടെക്നോളജിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വരുന്ന ഡയഗ്രാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഇതിന് ബാക്കിയുള്ള വരണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് ഇനി ബാക്കി നോക്കാണ്ടായിരിക്കാം. ഇനി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ നേരത്തെ സ്കിപ്പ് ചെയ്തുള്ള ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഫ്ലൈ വീൽ എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഈ ഒരു ടോപ്പിക്കും അതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ ക്ലാസ് കംപ്ലീറ്റ് ആവും. അതുപോലെ നമുക്ക് ഓട്ടോമൊബൈലിൽ ബാക്കി ഉണ്ടായിരിക്കാം അവസാനം വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ റിവ്യൂ ഓഫ് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റും അതുപോലെ തന്നെ എമിഷൻ കൺട്രോൾ BS4 ആൻഡ് BS6. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.